അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റവ വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അരക്കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഞാനിവിടെ ഗ്ലാസ്സിനാണ് അളന്നെടുക്കുന്നത്. അതിനുശേഷം ഒരു ഹാഫ് കപ്പ് ശർക്കര പൊടിച്ചതെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. അതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ഞാനൊരു അരക്കപ്പ് ഗോതമ്പ് മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ നമുക്കൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ടൈറ്റായിട്ടാണ് ഈ മാവ് നമുക്ക് വരുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് ചെയ്യുന്നവർക്ക് നമുക്ക് കുറച്ച് ടൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ 1/2 കപ്പ് പാൽ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഫോമിലാണ് തയ്യാറാക്കി എടുക്കാനുള്ളത്. ഇനി ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഉള്ളവർക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഗ്യാസിലാണ് ഇതിനെ ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നെ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 35-40 മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡി ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ അതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ല